കടം വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ട്രേഡിംഗ് സൈക്കോളജി പ്ലേലിസ്റ്റിലെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കടം വാങ്ങി ട്രേഡ് ചെയ്യുന്നത് നല്ലതാണോ? അല്ലെങ്കിൽ കടം വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നതിനെ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സയന്റിഫിക് ആയിട്ട് കുറച്ചും കൂടെ സൈക്കോളജി പരമായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. കടം വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് കടം വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഇതിൻ്റെ ഒരു ആൻസർ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എത്തും. ട്രേഡിംഗ് ഒക്കെ പഠിച്ച് കുറച്ചൊക്കെ ഒന്ന് കോൺഫിഡൻ്റ് ആയി വരുന്ന സമയത്ത്, കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടി തുടങ്ങുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സാറേ ഞാൻ കടം വാങ്ങി ട്രേഡ് ചെയ്യട്ടെ, എനിക്ക് കുറച്ച് ലോൺ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലോൺ അവൈലബിൾ ആണ്, ഇപ്പോൾ ഞാൻ ആ ലോൺ എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്തോട്ടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ ഏത് മെന്ററിനോട് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു എക്സ്പീരിയൻസ് ഉള്ള ആളോട് ചോദിച്ചു കഴിഞ്ഞാലും അവരുടെ ആൻസർ ഒറ്റൊന്ന് മാത്രമായിരിക്കും, ഒരിക്കലും കടം വാങ്ങി ട്രേഡ് ചെയ്യരുത്, നമുക്ക് ലൂസ് ചെയ്യാൻ അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് മാത്രമേ ട്രേഡിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ആൻസർ ഒരു ജനറൽ ആൻസറാണ്. അപ്പോൾ കടം വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് സ്ട്രിക്ട്ലി സബ്ജക്റ്റീവാ. അതിന്റെ ഉത്തരം മറ്റൊരാൾ പറഞ്ഞു തരേണ്ടതല്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിലേക്ക് കുറച്ചും കൂടെ ഒരു സയന്റിഫിക് ആയിട്ട് എത്താം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശം സംഗതിയാണ് എന്നുള്ളതാണ്. കടമെടുക്കുക അല്ലെങ്കിൽ കടക്കാരനാവുക, EMI ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ കാര്യമല്ല എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് പലരും പറയാറുള്ളത്. ആക്ച്വലി കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം ടൂളല്ല. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം ടൂളുമാണ്, ഒരു നല്ല ടൂളുമാണ്. എന്തിന് നമ്മൾ കടം എടുക്കുന്നു എന്നുള്ള കാര്യത്തിന് ആശ്രയിച്ചിരിക്കും. നല്ല കടമുണ്ട്, മോശ കടമുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്ത് നിങ്ങൾ കുറച്ച് ലോൺ എടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ, ദെൻ ലോൺ എടുത്തിട്ട് ട്രേഡ് ചെയ്യുന്നു. ആ ട്രേഡ് ചെയ്യുന്ന പ്രോഫിറ്റ് കൊണ്ട് ആ ലോൺ അടച്ചു തീർക്കുന്നു. ലോൺ അടച്ചു തീർക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട്, ആ ലോൺ എടുത്ത എമൗണ്ട് ബാലൻസ് ആയിട്ട് നിൽക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരിക്കലും കടം മോശമാണെന്ന് പറയാൻ പറ്റില്ല, അത് നല്ലൊരു കടമാണ്. അപ്പോൾ നമ്മൾ കടം, മറ്റുള്ളവരുടെ പൈസേനെ ലിവറേജ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കലും കടം എടുക്കുക എന്ന് പറയുന്നത് ഒരു മോശം സംഗതിയല്ല. അത് ട്രേഡിങ്ങിലാണെങ്കിലും ഈ മറ്റു ബിസിനസ്സുകളാണെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഫ്രീലാൻസ് ബിസിനസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ലാപ്ടോപ്പ് വാങ്ങണം. ആ ലാപ്ടോപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും, കുറച്ചും കൂടി നല്ല റിട്ടേൺ നിങ്ങളുടെ വർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങണം. അപ്പോൾ ആ ലാപ്ടോപ്പ് വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ കടമെടുത്തിട്ട് ആ ലാപ്ടോപ്പ് വാങ്ങുക, അയ്യോ കടമെടുക്കുന്നത് മോശമാണെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ എപ്പോഴാണോ പൈസ വരുന്നത് അപ്പോൾ ഫുൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് ലാപ്ടോപ്പ് വാങ്ങുക എന്ന് പറയുന്നത് അവിടെ നല്ല ഓപ്ഷനല്ല. അവിടെ കടമെടുത്തിട്ട് ലാപ്ടോപ്പ് വാങ്ങുക എന്ന് പറയുന്നത് ഒരു ഗുഡ് ഡെപ്റ്റാണ്. ആ ലാപ്ടോപ്പ് വാങ്ങുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തുണ്ട്, നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതൊരു ഗുഡ് ഡെപ്റ്റാണ്. അപ്പോൾ അതുപോലെ നല്ലൊരു ഗുഡ് ഡെപ്റ്റ് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിലേക്കും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ടൂളായിട്ട് ഈ ഒരു ഡെപ്റ്റിനെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ കടം എടുക്കുന്നത് നല്ലതാണോ മോശമാണോ, ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ കടം നല്ല കടമാണോ മോശ കടമാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് റിസൾട്ട് നോക്കണം. നമ്മളൊരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ട്രേഡ് ചെയ്തിട്ട് കടമെടുത്ത് ട്രേഡ് ചെയ്തിട്ട് നഷ്ടമാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞാൻ എപ്പോഴും പറയും, ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മെജോറിറ്റി അതിലിട്ട് നമ്മുടെ സൈക്കോളജിയാണ് എഫക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം പൈസ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സൈക്കോളജി നല്ല രീതിയിൽ അവിടെ എഫക്ട് ചെയ്യും. അവിടെ കടമെടുത്ത പൈസ കൂടെ കൊണ്ടുവന്നിട്ട് അത് നഷ്ടം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സമാധാനമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആർക്ക്? നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് അത് എന്താ പറയുക, കടമെടുത്ത് ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. ട്രേഡ് ചെയ്തിട്ട് നഷ്ടം ഉണ്ടാക്കുന്നു, ആ നഷ്ടം നമ്മൾ സഹിക്കണം, പ്ലസ് നമ്മുടെ കടമെടുത്ത പൈസയും കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വല്ല റിവെഞ്ച് ട്രേഡിങ്ങിലേക്കോ ഓവർ ട്രേഡിങ്ങിലേക്കോ കൊണ്ടുപോകും. അങ്ങനെ കാര്യങ്ങൾ അവിടെ വഷളാവും. അപ്പോൾ ലോൺ എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങളുടെ ഉള്ളിൽ വേണം. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് വേണം. നിങ്ങളുടെ ട്രേഡിങ്, നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം. ആ ട്രേഡിംഗ് സെറ്റപ്പിൽ ഇവൾ കടമെടുത്തിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് അതിൽ നിന്ന് മോശമില്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കടമെടുത്തുകൂടാ? ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിലൊക്കെ എൻട്രി ചെയ്യാം, പ്രത്യേകിച്ച് ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷനിലൊക്കെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന മാക്സിമം ലോസ് ലിമിറ്റഡാണ്. ആണ്. ബട്ട് നമ്മൾ ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മാർജിൻ മണി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ മാർജിൻ മണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് കടമെടുത്ത പൈസ ഉപയോഗിച്ചുകൂടാ? ഒരിക്കലും അത് നഷ്ടപ്പെടില്ല. ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മാർജിൻ കൂടുതലാണെന്നേ ഉള്ളൂ. നമ്മുടെ മാക്സിമം ലോസ് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ മാക്സിമം ലോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പൈസ, നഷ്ടം വരികയാണെങ്കിൽ നമ്മുടെ സ്വന്തം പൈസ. ബട്ട്
നമ്മൾ ആ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള മാർജിൻ നമ്മൾ ലിവറേജ് ചെയ്തു. അത് നമ്മുടെ പൈസ അല്ല, അത് നാട്ടുകാരുടെ പൈസ വെച്ചിട്ട് നമ്മൾ ലിവറേജ് ചെയ്തു. അപ്പൊ ലിവറേജ് ചെയ്യാൻ പറ്റണം. സ്വന്തം പൈസ വെച്ചിട്ടല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിവറേജ് ഓപ്ഷൻ വെച്ചിട്ടല്ല, നാട്ടുകാരുടെ പൈസ വെച്ചിട്ട് ലിവറേജ് ചെയ്യാനും കൂടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിങ് എന്താ പറയുക അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. കടം എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ആൻസർ പറ്റും എന്നുള്ളതാണ്. എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റും എന്നുള്ളതാണ്. കാരണം എനിക്ക് എൻ്റെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ വിശ്വാസമുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ബാക്ക് ടെസ്റ്റ് ഉണ്ട്. ഫോർവേഡ് ടെസ്റ്റ് വരികയാണെങ്കിലും ഇനി മാർക്കറ്റിൽ എന്ത് വേഴ്സ്റ്റ് കേസ് സിനാരി വരികയാണെങ്കിലും എത്രത്തോളം നഷ്ടം വരും എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനോ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈവൻ അത് കടമെടുത്ത പൈസയാണെങ്കിൽ പോലും എനിക്കത് പ്രശ്നമില്ല. കടമെടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങളുടെ ഉള്ളിൽ വരണം എന്നുള്ളതാണ്. അപ്പോൾ കടമെടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങളുടെ ഉള്ളിൽ വരണം എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റിൽ ഞാൻ അതിൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർമുല പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്റ്റിൽ കൺഫ്യൂഷനാണ് കടമെടുത്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? യു ആർ നോട്ട് മച്ച് കോൺഫിഡൻറ്റ്. നിങ്ങൾക്ക് കടമെടുത്ത് ട്രേഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻറ്റ് ആയിട്ടില്ല. അങ്ങനെ ഒരു കോൺഫിഡൻ്റ് ഉള്ള ഒരാൾ വേറൊരാളോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് കടമെടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയും ചെയ്യണ്ട. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻറ്റ് ഇല്ല. കടമെടുത്തിട്ട് ട്രേഡ് ചെയ്താൽ പോലും എനിക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് ഉള്ള ഒരാൾ വേറെ സംശയം ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ 100% കോൺഫിഡൻ്റ് ഉള്ള ഒരു കാര്യത്തിന് വേറെ ആളോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ വേറെ ആളോട് അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര കോൺഫിഡൻ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ വരണം. അപ്പോൾ കടമെടുത്തും ട്രേഡ് ചെയ്യാൻ പറ്റും. ഞാനും കടമെടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളൊക്കെ തന്നെയാണ്. നമ്മൾ ഫുള്ള് എമൗണ്ട് നമ്മുടെ സ്വന്തം പൈസ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. കടമെടുത്ത പൈസയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? മാർജിൻ മണി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ചിലപ്പോൾ കട എടുത്തിട്ടുണ്ട്. ആ കട എടുത്ത സാധനത്തിനെ ഒരു എന്ത് ചെയ്യും? ഒരു ഡെപ്റ്റിലോ അല്ലെങ്കിൽ ഒരു ETF ഒക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം എനിക്ക് EMI അല്ലെങ്കിൽ കടം തീർക്കാനുള്ള കടത്തിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള റിട്ടേൺ ചിലപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഡെപ്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ആൾറെഡി ഇൻവെസ്റ്റഡ് ആണ്. സെയിം സാധനം ഞാൻ പ്ലഡ്ജ് ചെയ്യും. പ്ലഡ്ജ് ചെയ്തിട്ട് ഞാൻ ഓപ്ഷൻ സെല്ലിൽ ചെയ്യാനുള്ള മാർജിൻ മണി കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പം എൻ്റെ കേസിൽ കടം എടുക്കുക, എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ട് കടം എടുത്ത് ട്രേഡ് ചെയ്യാന്ന് പറയുന്നതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും നടക്കാൻ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് വലിയ റിസ്ക് നേരിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കടം എടുത്ത് ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻറ്റ് വെച്ചിട്ട് കടം എടുത്ത് ട്രേഡ് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ള ഒരു ആൻസർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കടം എടുത്തിട്ട് നല്ല ഗുഡ് ഡെപ്റ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും കടം വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ യെസ് എന്നോ നോ എന്നോ അല്ല. അത് സ്ട്രിക്ട്ലി സബ്ജക്റ്റീവാണ്. അത് നമ്മുടെ ഉള്ളിൽ വരേണ്ട കാര്യമാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ കടത്തിൻ്റെ അല്ലെങ്കിൽ കടം വാങ്ങി ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ ട്രേഡിംഗ് സൈക്കോളജി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.